ഹലോ വെൽക്കം ടു ആൽബിൻസ് ഒപ്പീനിയൻ ആൻഡ് നമ്മൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് വന്നിരിക്കുകയാണ്. കുറച്ച് നാളുകൾക്ക് ശേഷമാണ്. ഇപ്പോൾ എക്സാം ഒക്കെ ആയതുകൊണ്ട് തിരക്കായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് എമ്പുരാൻ്റെ ട്രെയിലർ റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല. ചെയ്യണമെന്നുണ്ടായിരുന്നു എക്സാം കഴിഞ്ഞിട്ട്, പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഒരുപാട് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യുന്നില്ല. പക്ഷേ ഇന്ന് തുടരും എന്ന് പറയുന്ന സിനിമ ട്രെയിലർ വന്നിട്ടുണ്ട്. ആൻഡ് ഐ എം ഓൾസോ ഹൈപ്പ് ഫോർ ദിസ് മൂവി ബിക്കോസ് ഇതും ഒരു ലാലേട്ടൻ കംബാക്ക് പടം തന്നെയാവും എന്നാണ് എനിക്കൊരു വിശ്വാസം. എൻ്റെ പാട്ടുകളൊക്കെ നല്ല രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ പാട്ടുകളും പോസ്റ്റേഴ്സും എല്ലാം. അപ്പോൾ അതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. ലെറ്റ്സ് വാച്ച്. പണ്ട് എന്നെ കണക്ക് പഠിപ്പിച്ചൊരു സാറുണ്ടായിരുന്നു. നമ്മളൊരു ഫ്രീ പീരീഡ് നോക്കിയിരിക്കുമ്പോൾ അയാൾ എവിടുന്നെങ്കിലും കയറി വരും. ഹരിച്ചാലും ഗുണിച്ചാലും ഉത്തരം കിട്ടാത്തൊരു ചോദ്യവും. ഉത്തരം കിട്ടൂല, പുറത്തു നിർത്തും, നാണവും കെടുത്തും. അതിന് നീ ഏത് സ്കൂളിൽ പഠിച്ചേക്കുന്നു? Go to your classes. കുണുകുണുകുണുകുണുകുണുകുണുകുണു. ആ താടി തൊട്ട കൈ ഞാൻ വെട്ടു. അണ്ണ ഇങ്ങനെ താടിയും വളർത്തി അയ്യോ പാവം കളിച്ചു നടാ. இந்த தாடி யாருக்கடா பிரச்சனை? എന്താണ്? എത്ര എത്ര മഹാന്മാരുടെ ചന്തി പതിഞ്ഞ വണ്ടിയാണെന്നറിയാം. നീ കാറിന് വേണ്ടിട്ട് ഫാൻ കറങ്ങുന്നതിൽ ഇവിടെ കിടന്ന് വട്ടം വട്ടം കറങ്ങും. എന്താടോ എന്റെ വണ്ടിയുടെ കാര്യം തരൂല സാർ, എന്റെ കാർ കിട്ടൂല. കിളി പോവും. അന്ത ആൾക്ക് കാറ് കയ്യിലെ കെട്ടിയാ കിളി പോവും. മഴ നനയാലല്ലോ കുട്ടിച്ച. എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ മഴയത്ത് നിർത്തിയേക്കല്ലേ. കമ്മിങ് സൂൺ ആണ്. ഇതൊരു റിലീസ് ഡേറ്റ് ഉറപ്പിച്ചിട്ടില്ല. ട്രെയിലറ് പറയട്ടെ, എനിക്ക് സത്യം പറഞ്ഞാൽ ആ വണ്ടിയുമായിട്ട് എന്തോ ഉള്ളൊരു ബന്ധമാണ് കാണിക്കുന്നത്. ആൻഡ് അറ്റ് ദ ബിഗിനിങ് ഒക്കെ നല്ലൊരു ഫീൽ ഗുഡ്, നല്ലൊരു കോമഡി രീതിയിൽ പോയിട്ട് അവസാനം വന്നപ്പോൾ ട്രെയിലറിൻ്റെ അവസാനം വന്നപ്പോൾ എന്തോ ഒരു സീരിയസ് പരിപാടിയിലേക്ക് പോകുന്നതായിട്ടാണെന്ന് തോന്നുന്നു. എന്തോ വണ്ടിയുമായിട്ടുള്ള ഒരു ആത്മബന്ധം, അങ്ങനത്തെ എന്തോ സംഭവമായിട്ടാണ് തോന്നുന്നത്. ആൻഡ് ഇത് പിന്നെ എനിക്കൊരു വിശ്വാസമുണ്ട്. കാരണം സംവിധായകൻ തരുൺ മൂർത്തി എന്ന് പറയുന്ന മനുഷ്യൻ, പുള്ളിയുടെ ലാസ്റ്റ് വൺ സൗദി വെള്ളക്കാർ നോക്കുന്ന സിനിമയുണ്ട്. പുള്ളിയുടെ അല്ലേ അത്, പുള്ളിയുടെ തന്നെ. അതൊക്കെ എന്നെ കരയിച്ച ഒരു സിനിമ അതൊക്കെ. അപ്പോൾ ആ പുള്ളിയുടെ ഒരു പടമായതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ട്. പിന്നെ അപ്പം അതാണ് സംഭവം. പിന്നെ മ്യൂസിക് ജേക്സ് വിജയാണ്. ജേക്സ് വിജയ് സത്യം പറഞ്ഞാൽ എനിക്ക് സംശയം പുള്ളി മെലഡിയൊക്കെ ഏറ്റെടുത്തിട്ട് കുറേ നാളുകളായിരുന്നു തോന്നുന്നു. ഇത് കുറേ നാൾക്ക് ശേഷമാണ് പുള്ളി ഒരു മെലഡിയൊക്കെ എടുക്കുന്നത്. ആൻഡ് ട്രെയിലർ ലുക്സ് ഗുഡ്, നല്ല രസം, നല്ലൊരു ബ്യൂട്ടി. എനിക്ക് ആ തുടക്കത്തിലെ ഒരു കോമഡി ഇഷ്ടപ്പെട്ടു. മറ്റേ അതൊക്കെ നമ്മുടെ ജീവിതമാണ്. അതായത് മറ്റേ ഫ്രീ പീരീഡ് കിട്ടുമ്പോൾ മാത്സ് സാർ വരിക. ഇപ്പം ഇല്ല, ഇപ്പം കോമേഴ്സ് കണ്ടില്ല. ടിൽ ലാസ്റ്റ് ഇയർ 10th വരെയുള്ള ലൈഫിൽ ഇടയ്ക്കൊക്കെ സംഭവിക്കും. ഫ്രീ പീരീഡ് ആലോചിക്കുമ്പോൾ മാത്സ് സാർ വരും. എത്ര പഠിച്ചാലും കുടിച്ചാലും കിട്ടാത്തൊരു ആൻസറും ഉണ്ടാവും. അങ്ങനത്തെ സംഭവം അത് കൊള്ളായിരുന്നു. പക്ഷേ നമ്മൾ ഇപ്പോൾ ഇതല്ല, നാളെ എമ്പുരാൻ വരുന്നതാണ്. പക്ഷേ എനിക്ക് നാളെ പോകാൻ പറ്റില്ല. ഞാൻ സാറ്റർഡേ പോകുന്നുള്ളൂ. ഫ്രണ്ട്സുമായിട്ട് പോകുന്ന സാറ്റർഡേ ആണ്, അപ്പോൾ അന്നേ പോകുന്നുള്ളൂ. അതാണ് സംഭവം. അപ്പോൾ എനിക്ക് തുടരും എന്ന ട്രെയിലറിനെ കുറിച്ച് അത്രേ പറയുന്നുള്ളൂ. നല്ലൊരു ട്രെയിലറാണ്.
നല്ലൊരു പച്ചപ്പും ഹരിതാപവും ഒക്കെ ഉള്ള സിനിമ. തിരുവനന്തപുരത്താന്ന് തോന്നുന്നു കഥ നടക്കുന്നത്. ഇത് വേറെ എവിടെയല്ല, തിരുവനന്തപുരത്ത് തന്നെയാന്ന് തോന്നുന്നു. കാരണം അവരുടെ ഒരു ഇടയ്ക്കുള്ള സംസാര ശൈലിയും ഒക്കെ കേൾക്കുമ്പോൾ തിരുവനന്തപുരമാണെന്ന് തോന്നുന്നു. സോ പിന്നെ ശോഭന മാമിനെയും കുറേ നാൾക്ക് ശേഷമാണ് കാണുന്നത്. എനിക്ക് സംശയം ഞാൻ അവസാനം കണ്ട് വരണ ആവശ്യമുണ്ട്, അതിനകത്താണ് ഞാൻ അവസാനം കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു എവർഗ്രീൻ ക്ലാസിക് കാസ്റ്റിനെയൊക്കെ കൊണ്ടുവന്നിട്ട് നല്ല രീതിയിൽ ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. സോ ബട്ട് ടുമോറോ എമ്പുരാൻ അതാണ് സംഭവം. നല്ല രീതിയിൽ പ്രൊഡ്യൂസേഴ്സ് ഒക്കെ ഉണ്ട്. 60 crore അടിച്ചു. കാണാം, നമുക്ക് കാണാം. അപ്പോൾ എനിക്ക് അത്രയേ ഉള്ളൂ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ട്രെയിലറിനെ പറ്റി തോന്നിയെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എനർജി ഇല്ലാത്തതൊന്നുമല്ല കേട്ടോ, എൻ്റെ ശബ്ദത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വലിയ ശബ്ദം എടുക്കാണ്ട് പോകുന്നത്. അപ്പോൾ യാ, സോ until the next video, bye guys.